പ്രയാഗയെ അവന് നന്നേ ബോധിച്ചു. പ്രയാഗ അവിടെയുള്ള എല്ലാ പേഷ്യൻസിനും തന്റെ സ്നേഹവും കരുതലും വീതിച്ചു നൽകി. ഇത് കണ്ട അർജുന് അവളോട് എന്തെന്നില്ലാത്തൊരടുപ്പവും സ്നേഹവും തോന്നാൻ തുടങ്ങി. അവൻ ആ നിമിഷം തന്നെ അവളെ അവന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. പക്ഷെ അവൻ അറിയുന്നുണ്ടായിരുന്നില്ല അവൻ ആ സൗഭാഗ്യം യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോവുകയാണ് എന്നത്. കേട്ടില്ലടാ പട്ടി, ഞാൻ നിന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോടാ തെണ്ടി. പ്രയാഗയിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരവസ്ഥയോർത്ത് അർജുൻ തന്റെ ഉള്ളിൽ കരയുകയായിരുന്നു. അർജുൻ അവിടെ നിന്നും പോകാമെന്ന് ആലോചിച്ച് എഴുന്നേൽക്കുമ്പോഴായിരുന്നു കറുത്തൊരു ആഡംബരക്കാർ അവിടേക്ക് വന്നെത്തിയത്. നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ നിതിൻ വർമ്മയായിരുന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയതും അർജുൻ അവിടെ നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. അർജുനെ കണ്ടതും അയാൾ ആകെ ഒന്ന് ഞെട്ടി. അർജുന്റെ അടുത്തേക്ക് നടന്നു. മിസ്റ്റർ അർജുൻ, നിങ്ങൾ സാറിനെ മനസ്സിലായോ? നിതിൻ വർമ്മയെ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല ആ നാട്ടിൽ. പ്രയാഗയ്ക്കും അയാളെ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി. പക്ഷെ അയാൾ അർജുനോട് സംസാരിക്കുന്നത് കണ്ട് പ്രയാഗയും ഋഷിയും ഒന്ന് ഞെട്ടി.